ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കക്ക ഉലർത്തിയത്. നമുക്കെന്നാ പാചകത്തിലേക്ക് കടന്നാലോ? കക്ക ഉലർത്തിയതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ 1 കിലോ കക്ക നല്ല കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. ഷെല്ലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, നമ്മൾ 5 സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില. പിന്നെ മസാലയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് കക്ക ഉലർത്തിയതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ കക്ക ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല, എന്നാലും ആഴ്ചയിലൊരിക്കലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം വെളുത്തുള്ളി, നമ്മൾ നടുവേ വളർന്ന് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്, ചോപ്പ് ചെയ്തിട്ടില്ല. ഇഞ്ചി ഒരു 50 ഗ്രാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. തേങ്ങാക്കൊത്ത് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങാക്കൊത്ത്, വറ്റൽമുളക് ഒരു 3 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. സവോള പകുതി വാടിയിട്ടുണ്ട്, നമ്മൾ മുഴുവനായിട്ട് വാടാൻ നിൽക്കുന്നില്ല. ഇതിലേക്ക് കക്ക ചേർത്ത് കൊടുക്കുന്നു. കക്ക നമ്മൾ ഉലച്ചെടുത്തു, അപ്പം ഇതിലോട്ട് കക്ക ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കക്ക ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. 10-12 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. കക്ക ഓൾറെഡി കുക്ക്ഡ് ആയിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മസാലയൊക്കെ ഇട്ടൊന്ന് ഉലത്തിയെടുക്കാം. അതിനായിട്ട് മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നു. കക്ക ഉലത്തിയിലേക്ക് ഗരം മസാലയോ മീറ്റ് മസാലയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. മീറ്റ് മസാലയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊരു 2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും. നല്ല ഒലന്ന് കിട്ടാൻ വേണ്ടിയാണ്. കക്കായിറച്ചി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ ക്ഷണിക്കും. ഇച്ചിരി ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കും. പൊളിയാണ് സംഭവം, അടിപൊളിയാണ്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകിൻ്റെ നല്ല എരിവൊക്കെ കയറുന്നുണ്ട്. പൊളി.
നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വ്യത്യസ്തമുള്ള ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ് വിൽ പാചകം.